കോഴിക്കോട് ഉമ്മത്തൂരിൽ സ്കൂൾ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ വിദ്യാർത്ഥിക്ക് പരിക്ക്. ഉമ്മത്തൂർ SIHSS വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. സിനോജ് തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. സിനോജി, അപകടം എങ്ങനെയാണ് ഉണ്ടായത്? കുട്ടി എങ്ങനെയാണ് ഈ ബസ്സിൽ നിന്ന് താഴേക്ക് വീണത്? മാധവ്, ഇന്നലെ വൈകിട്ട് 5:30-ക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഭാഗ്യവശാൽ കുട്ടിക്ക് വലിയ പരിക്കൊന്നും പറ്റില്ല, നിസ്സാര പരിക്കുകൾ മാത്രമാണ് പറ്റിയത്. പക്ഷേ ഇത് വലിയൊരു വീഴ്ച കൂടിയാണ്. കാരണം സ്കൂൾ അധികൃതരും ഒപ്പം തന്നെ ബസ്സിലെ ജീവനക്കാരും ശ്രദ്ധിക്കേണ്ട വിഷയം കൂടിയാണ്. എല്ലാ സ്കൂൾ ബസ്സുകളിലും ആയമാരുൾപ്പെടെ വേണ്ടതാണ്. പക്ഷേ ഈ സ്കൂൾ വിട്ട് വിദ്യാർത്ഥി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ സ്കൂൾ ബസിന്റെ വാതിൽ തുറന്നുപോയി അങ്ങനെ പുറത്തേക്ക് തെറിച്ച് വീഴുകയാണ് ചെയ്തത്. ബസ് വലിയ വേഗതയിലായിരുന്നില്ല, അതുകൊണ്ടുകൂടിയാണ് പരിക്ക് ഏൽക്കാതെ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഓടിയെത്തിയ നാട്ടുകാരാണ് കുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ വലിയ പരിക്കുകളില്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി ബസ്സിൽ നിന്ന് വീണ് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ബസ് ഡ്രൈവർ ബസ് ഒതുക്കി നിർത്തുകയും ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതും ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഡോറിന്റെ വശത്ത് നിന്ന് കുട്ടിയാണ് ഡോറ് തുറന്നുപോയി പുറത്തേക്ക് വീണിരിക്കുന്നത്. ഏതായാലും ഈ സമീപ ദിവസത്തെ 2 ആഴ്ചക്കിടയിൽ രണ്ടാമത്തെ അപകടമാണ് നാദാപുരം മേഖലയിൽ സംഭവിക്കുന്നത്. 2 ആഴ്ച മുൻപ് ജീപ്പിൽ പോവുകയായിരുന്ന വിദ്യാർത്ഥിനി ഇതേപോലെ തന്നെ ജീപ്പിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. മാധു, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. അത്രയും ദൂരം കടന്നു വന്നതിന് ശേഷമാണ് കുഞ്ഞ് വീണുപോയി എന്ന് സ്കൂൾ ബസ്സുകാർ അറിയുന്നത്. ഡ്രൈവർ ഇറങ്ങി വേഗം ഓടിയെത്തുന്നുണ്ട്, ആളുകൾ ഓടിയെത്തുന്നുണ്ട്. എന്തായാലും കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട്.